മഞ്ഞുൽ ബോയ്സ് കാണാത്തവരുണ്ടെങ്കിൽ നേരെ സ്കിപ്പ് അടിച്ചോ. ഹായ് ഫ്രണ്ട്സ്, സോ ഇന്ന് ഞാൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലഞ്ച് അങ്ങനത്തെ ഒന്നുമല്ല, ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. അതായത് നിങ്ങളെല്ലാവരും കണ്ടു കാണും ഇവിടെയുള്ള മഞ്ഞുമൽ ബോയ്സ്, അതായത് ഞാൻ ഇവിടെ ഫോട്ടോ കൊടുക്കും, അവിടെയുള്ള ആ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങളെല്ലാവരും കണ്ടു കാണും. സോ അതിൽ ഞാൻ ഈ അടുത്താണ് കണ്ടത്. സോ അതിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എനിക്ക് ഇത് റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണെന്ന് ഇതിൻ്റെ ട്രെയിലറും ട്രീസറും ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സത്യം ഞാൻ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണെന്ന് ഞാനൊന്നും അറിഞ്ഞില്ല. സോ ഇത് ഈ റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മളിത് കാണാൻ പോകാൻ. കാരണം ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കണം, എന്താണ് അവർ പറയുന്നത്, അതായത് എന്താണ് ആ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ സാധിക്കണം. ഇപ്പം തിയേറ്ററിൽ നമ്മൾ സിനിമ കാണുമ്പം തിയേറ്ററിലാണെങ്കിൽ പൊളിച്ചാണ്. കാരണം ഞാനിവിടെ OTT വന്നപ്പോഴാണ് ആ ഒരു വിഷമം എനിക്കുണ്ട്. കാരണം തിയേറ്ററിൽ കണ്ട നമ്മുടെ ആടുജീവിതം ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ്. സോ അതുകൊണ്ട് ആടുജീവിതത്തിൽ തിയേറ്ററിൽ പോയി കാണുമ്പം നജീബ് എന്ന ആൾ എങ്ങനെയോ ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോകുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ഡയറക്ടേഴ്സിന് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഇത് റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. സോ ഇത് റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണെന്ന് അറിയുമ്പോഴത്തെ അങ്ങനെയാണെങ്കിൽ ആ റിയൽ ലൈഫിൽ എത്രത്തോളം ഇവർ അനുഭവിച്ചിട്ടുണ്ടാകും നമുക്ക് ജസ്റ്റ് ഒന്ന് ഊഹിച്ച് നോക്കേണ്ട കാര്യമുള്ളൂ. സോ ആ ഒരു കാര്യമാണ് എനിക്ക് പിന്നെ തോന്നുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു സീൻ എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ സുഭാഷ് ദൈവം ശരിക്കും ഉണ്ടോടാന്ന് ചോദിക്കുന്നൊരു സീനുണ്ട്. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് പറയുന്നത് നമ്മുടെ മേളിൽ നിന്നൊക്കെ വരുന്ന ലൈറ്റില്ലേ അതാണ് ദൈവം എന്നൊക്കെ പറയുന്നത്. സോ ഇതേ സീൻ തന്നെയാണ് നമ്മുടെ സുഭാഷ് കണ്ണു തുറക്കുമ്പോഴത്തേക്കിനും നമ്മളുടെ കുട്ടാട്ടനാണെങ്കിൽ താഴെ വന്ന ലൈറ്റൊക്കെ ആയിട്ട് വരുന്നത്. സോ ഈ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മളുടെ ഇപ്പോൾ ഒരു ബിഹൈൻഡ് ടോക്സ് എന്ന് പറഞ്ഞൊരു ചാനൽ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു സംഭവം പോയി കാരണം അവരുടെ റിയൽ ലൈഫിലെ സംഭവമൊക്കെ അവിടെ കൂടുതൽ പറയുന്നുണ്ട്. സോ പിന്നെ അടുത്ത കാര്യം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൽ ഇവർ ഇറങ്ങിക്കഴിയുമ്പോൾ ഉള്ളൊരു സീനുണ്ട്. അതായത് ഇവർ കൺമണി അൻപോട് കാതലന എന്നുള്ള പാട്ട് ഇവർ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ആ പാട്ട് നല്ല രീതിയിൽ തന്നെ ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ടിൽ ഒരു വരി ആകുമ്പോഴത്തേക്കും നമ്മുടെ ശരിക്കുമുള്ള ആ ഒരു കമൽഹാസൻ അഭിനയിച്ച ആ ഒരു സിനിമയിൽ ആ ഒരു നടിയെ പൊക്കിക്കൊണ്ട് പോകുന്ന മീൻസ് ആ ഒരു എടുത്തുകൊണ്ട് പോകുന്ന ഒരു സീനാണ്. അതേ സീൻ തന്നെയാണ് നമ്മുടെ ആ ഒരു പാട്ടിൻ്റെ ആ ഒരു വരി തന്നെയാണ് നമ്മളുടെ സുഭാഷിനെ കുട്ടട്ടം പൊക്കിക്കൊണ്ട് വരുമ്പം അവിടുത്തെ ഒരു ഫ്രണ്ട് എടുക്കുന്നതായിട്ട് കാണുന്നത്. സോ ആ ഒരു സീനും ഇതുമായിട്ട് നമ്മുടെ ഡയറക്ടർ നന്നായിട്ട് തന്നെ യോജിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഭിലാഷ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇതിനകത്തുണ്ടായിരുന്നു. സോ അഭിലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേജറായിട്ടുള്ള ഒറ്റ ഡയലോഗേ ഉണ്ടായിരുന്നുള്ളൂ. ഓർത്തിരിക്കുക എനിക്കിപ്പോഴും ആ ഒരു ഓർത്തിരിക്കുന്നത് ഒറ്റ ഡയലോഗേ ഉള്ളായിരുന്നു, ലൂസ് അടിക്കടാ. അതായത് ഒരു സ്ഥലത്ത് തങ്ങി നിൽക്കുമായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇത് സ്പോയിൽ അലേർട്ടാണ്. സോ കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം, സ്പോയിലറാണ്. ഓക്കെ. പിന്നെ ലൂസ് അടിക്കട എന്ന് പറയുന്ന ഒരു സീൻ മാത്രമാണ് എനിക്ക് അഭിലാഷിൻ്റെ ഒരു എന്നാ പറയുക ഒരു ഓർത്തിരിക്കാൻ പറ്റുന്ന ആ ഒരു സീനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കി ഒന്നും എനിക്ക് അഭിലാഷിൻ്റെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കാരണം ഓക്കെ. പിന്നെ സോ ഇതൊക്കെയാണ് എനിക്ക് അവിടെ നിന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞ ഇതാണ്. സോ സത്യത്തിലാണെങ്കിൽ നമ്മുടെ സുഭാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഈ സിനിമയിലാണെങ്കിൽ പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുക്കുന്ന പോലെയാണ് കാണിച്ചത്. പക്ഷേ റിയൽ ലൈഫിൽ 3 വർഷം എടുത്തു സുഭാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് സ്വന്തം ആ ഒരു സ്ട്രോങ്നെസ്, ആ ഒരു സംഭവമൊക്കെ എനർജിയൊക്കെ ഒന്ന് വീണ്ടെടുക്കാൻ 3 വർഷം എടുത്തു. സോ അത് ഈ സിനിമ പെട്ടെന്ന് കാണിച്ചു. സോ ഇതൊക്കെയാണ് എനിക്ക് ആ സിനിമയുടെ റിവ്യൂ ഒക്കെ ആയിട്ട് തോന്നിയത്. സോ എൻ്റെ ചാനൽ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ്